നിയമമന്ത്രി പി രാജീവ് പ്രതികരിക്കുന്നു. അതിലേക്ക് സ്വീകരിക്കും. ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാം, കേരളം മാത്രമാണ് ഇത്തരത്തിലുള്ളൊരു സ്ത്രീ സുരക്ഷയുടെയും സ്ത്രീ സമത്വത്തിന്റെയും ലിംഗനീതിയുടെയും സിനിമാ മേഖലയിൽ ഉൾപ്പെടെ വേണമെന്നുള്ള ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ ഗവൺമെന്റ് സമയത്ത് അതിശക്തമായ സമീപനം സ്വീകരിച്ചു. പോലീസ് നടപടികൾ ഒരുപക്ഷെ ആ ഗവൺമെന്റ് അല്ലായിരുന്നുവെങ്കിൽ ആ കേസൊക്കെ അവിടെ പോകുമായിരുന്നുവെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ശക്തമായ നിലപാട് സ്വീകരിച്ചു. ഒരു കമ്മീഷനെ വെച്ചു. ആ കമ്മീഷന്റെ പ്രത്യേകത വനിതകൾ മാത്രമാണ് ആ കമ്മീഷനകത്ത് ഉണ്ടായത്. ഒരു ഹൈക്കോടതി ജഡ്ജിയും ആയിരുന്നയാൾ, മുതിർന്ന IAS ഉദ്യോഗസ്ഥയായിരുന്നയാൾ, സിനിമ അനുഭവമുള്ളയാൾ. അവരുടെ റിപ്പോർട്ട് കിട്ടി. ആ റിപ്പോർട്ട് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള നയത്തിലേക്ക് മുന്നോട്ട് പോയി. മറ്റു കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഈ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ സർക്കാർ അത് പരിശോധിക്കും. ഒരു ശരിയായ രൂപത്തിലുള്ള മാറ്റം നമ്മുടെ ഇപ്പോൾ ആകാശമാകെ നിഗൂഢതകളാൽ നിറഞ്ഞിരിക്കുന്നു എന്നുള്ളത്. ആ നിഗൂഢത മാറ്റുന്നതിന് പറ്റുന്ന ഒരു നയവും നടപടികളും കേരളത്തിൽ സ്വീകരിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമായിരിക്കും. അതുതന്നെയാണ് ഞങ്ങൾ അതിനെ സംബന്ധിച്ച് കണ്ടിട്ടുള്ളത്. നിയമവിദഗ്ധരൊക്കെ പറയുന്നത് ലളിതകുമാരി കേസിലൊക്കെ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും കുറ്റകൃത്യം നടന്നു എന്നൊരു വിവരം ലഭിച്ചാൽ സർക്കാരിന് അതിൽ അന്വേഷണം നടത്താവുന്നത്. അപ്പോൾ കുറ്റകൃത്യം നടന്നു എന്നുള്ളതാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നവരോട് മനസ്സിലാക്കുന്നത്. അവിടെ കുറ്റകൃത്യം നടന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു അന്വേഷണത്തിന് സർക്കാരിന് തയ്യാറായിക്കൂടെ? അതേ കേസ് അന്വേഷണം എന്നുള്ളതാണ് നടന്നിട്ടുള്ളത്. ഇപ്പോ കുറ്റകൃത്യം നടന്നുമില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് റിപ്പോർട്ടിന്റെ മുഴുവൻ രൂപത്തിൽ അറിയാൻ പറ്റുള്ളൂ. വന്നിട്ടുള്ള പ്രശ്നങ്ങൾ എന്താ? ഗൗരവമായ കുറെ പ്രശ്നങ്ങൾ പുറത്തുവിടുന്നത് സ്ത്രീ സമത്വം, സ്ത്രീ സുരക്ഷ, ഇത് സിനിമാ രംഗത്ത് വലിയ വെല്ലുവിളി നേരിടുന്നുണ്ട്. അത് പരിഹരിക്കുന്നതിനാവശ്യമായിട്ട് നടപടി സ്വീകരിക്കേണ്ടതുണ്ട്. അതിൽ സർക്കാരിന് യാതൊരു തരത്തിലുള്ള മടിയുമില്ല. മറ്റു കാര്യങ്ങൾ നിയമപരമായിട്ട് പോകേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അത്തരം പ്രശ്നങ്ങളുണ്ടോ, അതെല്ലാം തന്നെ ആവശ്യമായ പരിശോധനയ്ക്ക് ശേഷം തീരുമാനിക്കും. നമ്മുടെ മുൻപിൽ ഈ ഗവൺമെന്റിന്റെ സമീപനം ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യയിൽ മറ്റൊരു ഗവൺമെന്റും ഇത്തരത്തിൽ കമ്മീഷൻ വയ്ക്കാൻ പോലും ധൈര്യമില്ലാത്ത ഗവൺമെന്റുകളാണ്. റിപ്പോർട്ട് വന്നിട്ട് നമ്മൾ നയത്തിലേക്ക് പോവുകയാണ്. ആ നയം ഇതിനെല്ലാം തന്നെ സമഗ്രമായിട്ട് അഡ്രസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. മറ്റു കാര്യങ്ങൾ നമുക്ക് നോക്കാം. അല്ല, അത് കമ്മീഷൻ റിപ്പോർട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അവർ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇത് സംബന്ധിച്ചുള്ളത് ഇതിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ളതാണ്, സ്വകാര്യത സംബന്ധിച്ചുള്ളതാണ്. അതിന്റെ മറ്റു കാര്യങ്ങളിലേക്ക് എത്താൻ അവർ തന്നെ ശുപാർശ ചെയ്തിട്ടുണ്ടോ നിങ്ങൾക്ക് നോക്കാമല്ലോ. സാധാരണഗതിയിൽ ഒരു ജഡ്ജി അധ്യക്ഷയായിട്ടുള്ള ഒരു കമ്മീഷനാണല്ലോ. ആ കമ്മീഷൻ 17 പ്രശ്നങ്ങളാണ് പ്രധാനമായിട്ടും പരിശോധിച്ചിട്ടുള്ളത്. അപ്പോൾ ഹൈക്കോടതി ജഡ്ജി ആയിരുന്നയാൾ കമ്മീഷനാകുമ്പോൾ ശുപാർശകളിൽ ഇത് സംബന്ധിച്ച് നിയമ നടപടികൾക്ക് സർക്കാർ പോകേണ്ടതുണ്ടോ നമ്മൾ കണ്ടിട്ടില്ല. അവരാണുള്ളത് കേൾക്കുകയും റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്തിട്ടുള്ള അവർ തന്നെയാണ്. നമ്മളത് കണ്ടിട്ടില്ല. ഞാൻ റിപ്പോർട്ട് കണ്ടിട്ടില്ല, നമ്മുടെ വകുപ്പും കണ്ടിട്ടില്ല. സ്വാഭാവികമായിട്ടും അത് ആരും തന്നെ അധികം കാണാനും ഇടയില്ല. അപ്പം അങ്ങനെ ഉള്ളതാണെങ്കിൽ ആ കമ്മീഷന്റെ ശുപാർശ എന്താകുമായിരുന്നു? ആദ്യത്തേത് വളരെ ഗൗരവമായി ഇന്ന പ്രശ്നങ്ങളുണ്ട്, അത് സംബന്ധിച്ച് രാജ്യത്തെ നിയമവ്യവസ്ഥ എങ്ങനെയാണ്, നിങ്ങൾ പറഞ്ഞ കേസിനും വിധിയെല്ലാം തന്നെ സ്വാഭാവികമായിട്ടും ഹൈക്കോടതി ജഡ്ജിക്ക് അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രധാനപ്പെട്ട ശുപാർശയായി തന്നെ അത് വരേണ്ടതായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ കണ്ടിട്ടില്ല ഉള്ളടക്കം. പക്ഷെ അതെന്തായാലും ശുപാർശയുടെ ഭാഗമായിട്ട് ഞാനും നിങ്ങളും കണ്ടിട്ടില്ല. അപ്പം അതുകൊണ്ട് അതിലേക്ക് എത്തുന്ന കാര്യങ്ങളാണോ ഉള്ളത്? ഇപ്പോൾ പറഞ്ഞ വിധികളുടെ അടിസ്ഥാനത്തിൽ നേരിട്ട് ഒരു കേസ് എടുക്കാൻ പറ്റുന്നതാണോ? അതിനെ സംബന്ധിച്ച് ഒരു കോൺക്രീറ്റ് ആയിട്ട് റെക്കമെൻഡേഷനോ പരോക്ഷമായ പരാമർശങ്ങളോ നമ്മുടെ മുൻപിൽ വന്ന റിപ്പോർട്ടിൽ ഇതുവരെ ഇല്ല. എന്നാൽ മറ്റു ഭാഗങ്ങളുണ്ടോ നമുക്ക് പരിശോധിക്കാം. പക്ഷേ ഗവൺമെന്റിന്റെ മുൻപിൽ അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇപ്പോൾ നമ്മൾ പറയുന്ന ആ രീതിയിൽ നടപടി എടുക്കാവുന്നതാണെങ്കിൽ അപ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും ജസ്റ്റിസ് എ പോലൊരാൾ അതായിരിക്കും ആദ്യം ശുപാർശ ചെയ്യാൻ തോന്നുന്നു.